സച്ചിദാനന്ദ സ്വാമി തീർത്ഥപാദർ എന്ന ഈ നാമധേയം നാം ഹിമാലയ സാനുക്കളിൽ വെച്ചാണ് സ്വീകരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത് സ്വാമിമാർക്ക് വരുന്ന രോഗമല്ലല്ലോ. അതല്ല, അതാണ് എന്റെ പ്രത്യേകത. ലൗകിക ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത എനിക്ക് അസാധാരണ അസുഖങ്ങളെ സംഭവിക്കും. ഇത് എനിക്ക് കാശിയിൽ വെച്ച് ലഭിച്ചതാണ്. ഓം ശ്രീ കാശി വിശ്വനാഥായ നമഃ. സ്വാമി അഡ്മിറ്റ് ചെയ്യണം. വാർഡിലേക്ക് വരൂ സ്വാമികളെ. യാതൊരു രോഗവുമില്ല. പറഞ്ഞ മനസ്സിലാകണ്ടേ? ഞാനൊന്ന് പരിശോധിക്കട്ടെ. എന്താ അസുഖം? സ്വാമി ഇങ്ങോട്ട് പോരെ. ഇവിടെ ബെഡ്. ഇവിടെ ഇവിടെ ഇവിടെ. സ്വാമി ഈ രണ്ടീ കിടന്നു. ഞാൻ പറ്റപ്പാ ഈ ഒന്നി കിടന്നു. കഠോരം. സ്വാമികളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എന്നെ അങ്ങനെ കണ്ടു കാണാനിടയില്ല. ഞാൻ ഇത്രയും കാലം ഹിമാലയ പ്രാന്തങ്ങളിലായിരുന്നു. അതെ 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 അതെ, അവിടെ വെച്ച് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഹിമാലയ പ്രാന്തത്തിൽ? അവിടെ നിങ്ങൾ എന്തിനു വന്നു? 939 ദണ്ഡി യാത്ര. അന്ന് ഞാനും എന്നോടൊപ്പം ബാപ്പുജിയും ഉണ്ടായിരുന്നു. അപ്പോ എന്നെ അവിടെ വെച്ച് കണ്ടോ? കണ്ടു വന്നു. ഇന്നലെ കണ്ടതുപോലെ ഞാൻ ഓർക്കുന്നു. ഞാൻ 40-ലാണല്ലോ ഹിമാലയത്തിൽ പ്രവേശിച്ചത്. 40-ലോ? അതെ 40-ൽ. 1940. ஏன்னா யாரோ பெரிய சாமியார் வந்திருக்கார். நான் போய் கும்பிட்டுட்டு வரட்டுமா? பேசாம சும்மா இல்லி. ஏதோ கத்தோட்டு அவங்களும் அவங்களோட சம்சர்க்கம் எல்லாம் நமக்கு வேண்டாம். கடவுளே, எனக்கு அந்த பேவாது கிடைக்கணுமே. ஆமா ஆமா, இல்லன்னாலும் உங்களுக்கு ஆம்பளைங்க மேல சந்தேகம் தான். அதனாலதான் நமக்கு ஒரு குழந்தை கூட பிறக்கல. அதேண்டி அவனு, திஸ் இஸ் ஹாஸ்பிட்டல். இது ஹாஸ்பிட்டல் ஆன. டோன்ட் டீஸ் மீ டூ மச். ஆம்பளையா ஆம்பளை, என் வாயால ஒண்ணு சொல்ல வைக்காதே. എന്റെ ഹിമാലയ സ്വാമി, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. 2 കാലം തൊട്ട് നമസ്കരിക്കും. നിങ്ങൾ ആരാ? എന്റെ പേര് സുന്ദരൻ. ഞാൻ ആപ്പാടൊരു അവതാളത്തിൽപ്പെട്ടിരിക്കുക. ഓ, എന്താ രോഗം? സുന്ദരവച്ച, താങ്കളുടെ മനോവിഷമത്തിന്റെ കാര്യം എനിക്ക് ജ്ഞാനദൃഷ്ടിയാ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ലൗകിക കാര്യങ്ങളിൽ നിന്ന് വിമുക്തി നേടി. ലൈംഗിക കാര്യങ്ങളിൽ? ലൈംഗികമല്ല, ലൗകികം. രണ്ടും ഒന്നു തന്നെ. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാൻ ശ്രമിക്കും. ഇത് കണ്ടോ? കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങളെ വൈരാഗ്യമാകുന്ന വാളുകൊണ്ട് അറുത്ത് ആ രക്തത്തിൽ മുക്കിയെടുത്ത വസ്ത്രങ്ങളാണ് സന്യാസിമാർ ധരിക്കുന്നത്. എന്തിനീ പാവത്തിന് ഇങ്ങനെ ഇട്ട് ദണ്ഡിപ്പിക്കുന്നു? ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നില്ലല്ലോ. 1-2 സീരിയസ് കേസുകൾ ഉണ്ടായിരുന്നു. രോഗികളുടെ മാത്രം ആരോഗ്യം നോക്കിയാൽ പോരാ. ഇതാണ് ഇവിടുത്തെ പതിവ്. 3 നേരവും വയ്ക്കും. വിളമ്പ ആക്കിട്ടുണ്ടേ. താൻ അധികം സംസാരിക്കണ്ട. പോയി ചോറ് വിളമ്പ്. ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് ഉടനെ വന്നേക്കാം. ചേട്ടനും കുടുംബവും കൂടെ വരുമോ? ചേട്ടൻ ചിലപ്പോഴൊക്കെ വരും. വന്നാലും ഒരു 2 ദിവസം താമസിച്ച് മടങ്ങി. വീട്ടിൽ ചേട്ടത്തിയും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ചേട്ടനാണ് കാര്യങ്ങളൊക്കെ നമുക്ക്. MBBS പാസ്സായപ്പോ ഞാൻ ജോലിയിൽ പ്രവേശിക്കാമെന്ന് വിചാരിച്ച, പക്ഷെ ചേട്ടൻ സമ്മതിച്ചില്ല. ചേട്ടന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ റിസർച്ചിനും FRCസിനും ഒക്കെ പോയത്. ഞാൻ ലണ്ടനിൽ പോയി മടങ്ങി വന്ന ഉദ്യോഗത്തിൽ പ്രവേശിച്ച ശേഷമാണ് ചേട്ടൻ വിവാഹം കഴിച്ചത് തന്നെ. ചേട്ടനെ എന്നെങ്കിലും എനിക്കൊന്ന് പരിചയപ്പെടണം. ആരും കഴിക്കുന്നില്ലല്ലോ. ഒന്നിനെ പോലെയുള്ളൊരു സർവന്യത കിട്ടിയില്ലായിരുന്നെങ്കിൽ താങ്കളുടെ തനിച്ചുള്ള ജീവിതം. ഞാനാകെ കുഴഞ്ഞിരിക്കുക. ചേട്ടൻ വന്നാൽ എനിക്ക് വഴക്കം. ഇനി പിടിച്ചിട്ട് ആരും കഴിപ്പിക്കാൻ ഒക്കും. ശരിയാണ്, താങ്കൾ ഒന്നും കഴിച്ചില്ല. ഞാൻ ഇത്രയൊക്കെ കഴിക്കാറുള്ളൂ. എണീറ്റോട്ടെ. ടേക്ക് യുവർ ഓൺ ടൈം. ചോറ് ബാക്കിയിരിക്കുന്നു. കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ മതി. നാളെ രാവിലെ പഴം കഞ്ഞി കുടിക്കും. ഒരു വല്ലാത്ത മനുഷ്യൻ തന്നെ. വീട്ടിനകത്ത് കയറി നോക്കിയാൽ ഒരു കലാകാരനാണെന്ന് തോന്നും.
ചട്ടവും ചിട്ടയും കേട്ടാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ആശുപത്രിയിൽ ചെന്ന 100% ഡാക്ടർ, അടുത്ത് കഴിഞ്ഞ ഒരു കൊച്ചു കുഞ്ഞ്. ചട്ടവും ചിട്ടയും ഒക്കെ മറ്റുള്ളവരുടെ കാര്യത്തിലല്ലേ ഉള്ളൂ. സമയത്തിന് ആഹാരം കഴിക്കണമെന്ന് തന്നെത്താൻ തോന്നുന്നില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാണ്, പുറകെ നടന്നു കൂട്ടണം. എനിക്ക് അത്ഭുതം അതല്ല, ആ വികൃതി വേണുവും ഈ ഡാക്ടറും തമ്മിൽ എങ്ങനെ ഇത്ര സുഹൃത്തുക്കളായി? ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട്. കറക്റ്റ്. നിങ്ങൾ രണ്ടുപേരും ഏതാണ്ട് സിമിലർ പോൾസ് ആണ്. രണ്ടുപേർക്കും കല്യാണം അലർജി. മാരേജ് ഡിസ്കഷൻ ആണോ നമ്മൾ ഇവിടെ വന്നത്? അതല്ല മോളെ, ഈ ഡാക്ടർ എന്തിന് വിവാഹം കഴിക്കാതിരിക്കും? അതൊക്കെ അദ്ദേഹവും വേണ്ടപ്പെട്ടവരും ആലോചിച്ചുള്ളൂ. സ്വന്തം മകള് പോലും അനുസരിക്കുന്നില്ല, പിന്നെന്തിന് മറ്റൊരാളുടെ കാര്യം അന്വേഷിക്കുന്നു? കിടന്നുറങ്ങച്ച. രാത്രിയിൽ ഉറക്കമൊഴിച്ചാൽ വേദന വരും. ഇപ്പോൾ തന്നെ വൈകി. ശരിയാണ്. ഇന്നത്തെ ചായ എങ്ങനെയുണ്ട്? വെരി ഗുഡ്. ഞാൻ അടുക്കളയിൽ ചെന്നപ്പം കുഞ്ഞ് ചായ കേട്ടു. ഗോവിന്ദൻ ചായ ഉണ്ടാക്കുമായിരുന്നല്ലോ, എന്തിനാ ബുദ്ധിമുട്ടിയെ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. വീട്ടിൽ ചായ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. പാലും പഞ്ചസാരയും ഒക്കെ പാകമാണോ? നല്ല ചായ. രാത്രി അച്ഛന് അസുഖമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല, നല്ലപോലെ ഉറങ്ങി. ഇനി ഉണർന്നിട്ടില്ല. ഉണർത്തണ്ട. ഗോവിന്ദ, എനിക്കൊന്ന് നേരത്തെ ഹോസ്പിറ്റലിൽ എത്തണം. ഞാനിപ്പോ പേപ്പർ റെഡിയാക്കാം. ഗോവിന്ദേട്ടാ, കാപ്പിക്ക് എന്താണ് ഉണ്ടാക്കുന്നത്? ഇഡ്ഡലിക്ക് മാവ് റെഡിയായി. ഞാനും അടുക്കളയിലേക്ക് വരാം. അത് വേണം. ഇതാ വരുന്നു അച്ഛാ. അച്ഛൻ ഉണർന്നു. രാവിലെ കഴിക്കുന്നത് പാലാണ്. അതിന് പാല് വാങ്ങിക്കാൻ ബൂത്തിൽ പോണം. അവിടെ ഇരുന്നത് ഇന്നലെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. എന്താ അച്ഛാ? കുറച്ച് ചൂടുവെള്ളം. വയറ് വല്ലാതെ വേദന ആരംഭിക്കുമോ എന്നൊരു സംശയം. പാലിപ്പോ കൊണ്ടുവരും. അച്ഛൻ ഇത്ര നേരത്തെ ഉണരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാരമില്ല, ഇപ്പൊ കുറച്ച് ചൂടുവെള്ളം തരും. ഡോക്ടർ അദ്ദേഹത്തിന് ഇന്ന് നേരത്തെ ഹോസ്പിറ്റലിലേക്ക് പോണമത്രേ. ഗോവിന്ദൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയതാ. ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഗോവിന്ദനെ പാൽബൂത്തിലേക്ക് അയച്ചു. അച്ഛൻ ഉണരുന്നതിന് മുൻപ് പാല് തിളപ്പിക്കണമെന്ന് കരുതിയതാ. അതെന്തിനായിരുന്നു മോളെ? അദ്ദേഹത്തിന് ധൃതി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നീ എന്തിനു ഗോവിന്ദനെ അയച്ചു? ചെല്ല്, വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ആഹാരകാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത മനുഷ്യൻ സമയത്തിനായില്ലെങ്കിൽ ഒന്നും കഴിക്കാതെ അങ്ങ് പോകും. ചെല്ല്. ശരി അച്ഛൻ. കാപ്പി കുടിക്കാറായോ? ഇല്ല, അച്ഛൻ താമസിച്ചേ കാപ്പി കഴിച്ചു. ഓഹോ, എനിക്കിന്ന് നേരത്തെ ഹോസ്പിറ്റലിൽ പോകണം. ഗോവിന്ദ, ഗോവിന്ദൻ പാല് വാങ്ങാൻ പോയിരിക്കുകയാണ്. ഞാൻ എടുത്ത് കഴിച്ചോളാം. സാരമില്ല. ഇത് കൊള്ളാം. എന്നെ ഔട്ടാക്കുവോ? നമസ്കാരം സാർ. സൗഖ്യമാ അച്ഛനാ? സാർ, നമ്മുടെ പേവാദ് അനൗൺസ്മെന്റ് എന്തായി ഡോക്ടർ സാർ? അപ്പോഴേക്കും എന്റെ ആത്മാവ് ഈ ബോഡിയിൽ നിന്നും നേരെ സ്വർഗത്തിലോട്ട് പോയിരിക്കും. டாக்டர்கிட்ட போய் இப்படி எல்லாம் பேசலாமா? ഒന്ന് யார்கிட்ட கூப்பிட்டால் நீ பேசாம கம்னடி. സാർ, ഞാൻ സാധാരണ ഓഫീസിൽ ഐസാർസി എന്ന് പറയാറുണ്ട്. അതുപോലെ ആയി പോകുന്നല്ലോ. തീർച്ചയായും കിട്ടുമല്ലോ. സാർ, ഞാൻ എന്തുകൊണ്ട് ഇതെല്ലാം പറയുന്നു എന്ന് വെച്ചാൽ, പ്ലീസ് യു ഫോളോ മീ. നമ്മുടെ ആ രാഷ്ട്രീയക്കാരനുണ്ടല്ലോ, അവനും അക്കത്ത് ബന്ധുകാരനും ഡെയിലി ചാരായം കുടിക്കുന്നു. മാത്രമല്ല ഡോക്ടർ, കൂടെ എന്റെ വൈഫ് അലമേലവനെ നോക്കി കണ്ണുകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നു. ഞാൻ വേണ്ട ചെയ്യാം. പ്ലാസ്റ്റർ ഒരാഴ്ച എടുക്കാമല്ലോ.
ഭർത്താവിനോട് സ്കൂട്ടർ പതുക്കെ ഓടിക്കാൻ പറഞ്ഞു. ഓക്കെ, എങ്ങനെയുണ്ട്? പകലൊന്നും വേദനയില്ല, രാത്രിയാകുമ്പോഴാണ് കൂടുതൽ വേദന. ഈ സുഖന്റെ ലക്ഷണാത. ഡോക്ടർ, ഇതെന്താണ്? നമ്മുടെ രാജ്യം ആകെ കുട്ടിച്ചോറായിട്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക വ്യവസ്ഥയനുസരിച്ച് നമ്മുടെ രാജ്യം ഇനിയും എങ്ങോട്ട് പോകുന്നുവെന്നാണ് നിങ്ങളുടെയൊക്കെ ധാരണ? നേതാവിന് ഇപ്പോ ആവശ്യം അല്പം വിശ്രമം. അസുഖമുണ്ട് സ്വാമി? അസുഖങ്ങൾ അവ നമ്മുടെ സ്ഥൂല ശരീരത്തെ അല്ലേ ബാധിക്കുകയുള്ളൂ. സൂക്ഷ്മ ശരീരത്തെ തൊടാൻ അവനാവില്ല. ആത്യന്തിക വിശകലനത്തിന് സൂക്ഷ്മ ശരീരമല്ലേ പ്രധാനം. എൽക്കിഞ്ചിൽ ശരീരം നാസ്തി ആത്മാ സത്യം ജഗന്മിഥ്യ. ആശ്വാസമില്ലേ? സത്യത്തിൽ അല്പം വ്യത്യാസമുണ്ട്. പണ്ട് ഇങ്ങനെയല്ലായിരുന്നു, ബന്ധുക്കൂസുകാരുടെ വിളി പോലെ ആയിരുന്നു. ഡോക്ടർ, ടെസ്റ്റ് റെഡി. പ്രൊഫസർ കാണണമെന്ന് പറഞ്ഞു. ശരി ശരി, പറയാം. കുഞ്ഞെ, ഡോക്ടർ അദ്ദേഹത്തിന്റെ ഫോൺ ഉണ്ടായിരുന്നു. പേവാട് റെഡിയായി, ഉടനെ പുറപ്പെട്ടു ചെയ്യാം. എന്താ വേഗം റെഡിയാകും മോളെ. ഒരു നിമിഷം ഡോക്ടർ, ഇങ്ങനെയാണ് ഞാൻ പോയതല്ലേ. എന്താ രണ്ടു കൂടി എന്നെ കൊല്ലു. എന്റെ അമ്മോ. വത്സ വത്സ കൊച്ചു വത്സ ഇവിടെ വരും. എന്താണ് എന്താ മിടുക്കന്റെ പേര്? ഗുഹരാജ്. ഗുഹരാജ്, ഗുഹയുടെ രാജൻ, അതായത് സിംഹോ കേട്ടോ. അക്ഷാർത്ഥയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു താപസനാണെന്നാ. ഇവിടുത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് തീരെ രസിക്കുന്നില്ല. കാട്ടുമലകളും അതായത് ഫലമൂലാദികളും ആട്ടിൻപാലും മാത്രമാണ് നമ്മുടെ ഭക്ഷണം. അത് ആശ്രമത്തിലേ കിട്ടുകയുള്ളൂ സ്വാമികളെ. ഈ ലോകം മുഴുവൻ ഒരാശ്രമമായി കണക്കാക്കുന്നതാണ്. അതാണ് രാഷ്ട്രീയം. അവിടെ തന്നെയാണ് സ്വാമികൾക്ക് അടിസ്ഥാനപരമായി പാളിച്ച സംഭവിച്ചത്. ഒന്ന്, അതായത് ഒരു രാജ്യത്തിന്റെ ഭരണകൂടം ഏത് തത്വസംഹിതയ്ക്ക് അടിസ്ഥാനമായാണോ മുന്നോട്ട് പോകുന്നത്, അതേ തത്വസംഹിതയ്ക്ക് അടിസ്ഥാനമായാണ് ആ രാജ്യത്ത് ജനങ്ങളുടെ ഭക്ഷണം പോലും നിയന്ത്രിക്കപ്പെടുന്നത്. ശിവശിവ ശിവശിവ, ഇതെത്ര കാലമായി കേൾക്കാൻ തുടങ്ങി. അതാണ് രാഷ്ട്രീയം. ഞങ്ങളുടെ സ്വന്തം ആൾക്കാർ. അപ്പൊ തന്റെയും സ്വന്തം. അതെ, ഡോക്ടർ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ആന്റി. ഞങ്ങളെ പോലെയല്ല, നിക്കാഹ് 4 കഴിഞ്ഞു. ഇപ്പൊ ഡ്യൂട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 24 hours ആശുപത്രിയില്ല. വീട്ടിൽ പോകുന്നില്ല. സാറേ, ഇയാൾക്ക് എന്നെ കാണുമ്പോഴൊക്കെ കളിയാക്കണം. കൂശുമ്പൻ, ഇത്ര വയസ്സായിട്ടും ഒരു കൊച്ചിന്റെ തന്തയാകാൻ കഴിയാഞ്ഞതിന് ഞാനാണോ ഉത്തരവാദി? അത് എനിക്ക് ഈ ജന്മം വേണ്ട. മനസ്സുമാറ്റി കിടന്ന് ഉറങ്ങാമല്ലോ. അതെ, ചത്ത് കിടക്കുമ്പോ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ലെന്ന് വെച്ചോ. അതിന് ചത്തിട്ട് വേണ്ടേ? ഡാക്ടർ അദ്ദേഹം ഉള്ളിടത്തോളം കാലം ഞാൻ ചാവില്ല. എനിക്ക് മരണമില്ലടോ. വേണ്ട ഗോവിന്ദ, ഗോവിന്ദൻ മരിക്കണ്ട. ഗോവിന്ദൻ ചിരഞ്ജീവിയായിരിക്കും. അതെ, ഡാക്ടർ അദ്ദേഹത്തിന് ലഞ്ച് ഉണ്ടാക്കണം. ഞാൻ പോയിട്ട് വരാം. ഓ, അപ്പൊ അലി, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. എപ്പോഴും ഈ മുറിയുടെ നിറയെ തന്നെ കാണും. ഞാൻ പോയിട്ട് വരാം. ശരി, ഗോവിന്ദൻ പോയിട്ട് വരും. പിന്നെ വരാം കുഞ്ഞെ. എന്താ സ്വാമി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ, നമ്മുടെ പേപാട് പ്രശ്നം അണ്ടർ കൺസിഡറേഷൻ. അത് ഉടനെ ശരിയാവും സ്വാമി. ഞാൻ சத்த உள்பாடு തന്നെ பேவாடு கிட்டமோ തോന്നുന്നു. தேவால படுத்தாதான் உடம்பு நன்னாகுமா? நீங்க பேசாம வந்து படுங்க. படுங்க. எவ்வளா என் பொண்டாட்டி கைய தூவியெல்லாம் அறுபது கட்டவரே. போடா, இந்த பெட்டு பக்கத்துல வராத. போடா போடா. என்ன கைக்கு பாக்குற நீ? ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ? നീ കുറച്ച് ആളിലേക്ക് ശ്രദ്ധിച്ച. മുറിയൊക്കെ എങ്ങനെയുണ്ട്? സൗകര്യമുണ്ടല്ലോ. ഇതിൽ കൂടുതൽ സൗകര്യം എന്ത് വേണം? ഇരിക്കും. ടെസ്റ്റൊക്കെ നോക്കി. കഴിഞ്ഞ 5 വർഷമായി ടെസ്റ്റുകൾക്കും ചികിത്സകൾക്കും മാത്രമേ എനിക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. എന്ത് ടെസ്റ്റായാലും വേണ്ടില്ല.
ഈ വേദനയിൽ നിന്നും എന്നെ ഒന്ന് രക്ഷപ്പെട്ടു. രോഗം പെപ്റ്റിക് അൾസർ തന്നെയാണ്. ഞങ്ങളുടെ പ്രൊഫസറുമായി ആലോചിച്ചു. ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഓപ്പറേഷൻ കൂടിയ തിരുവോ ഡാക്ടർ? രോഗം മാറണ്ടേ? ഓപ്പറേഷൻ ചെയ്യുന്നതിൽ എനിക്ക് ഭയമുണ്ടായിട്ടല്ല. ശാന്തിക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അച്ഛന്റെ രോഗം ഭേദമാകണമെന്നല്ലേ ശാന്തിയുടെ ആഗ്രഹം? എന്താ മോളെ? ഓപ്പറേഷൻ കൂടാതെ കഴിക്കാൻ സാധിച്ചെങ്കിൽ. ഓപ്പറേഷനെ ഓർത്ത് ഇത്ര ഭയപ്പെടാൻ എന്തിരിക്കുന്നു? കുറെ നാളുകളായി കുടുംബത്തിൽ കഷ്ടകാലം തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇതുമായി. ശാന്തിക്ക് ശക്തി കൊടുക്കേണ്ട അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ഇതോടെ എല്ലാ കഷ്ടകാലവും അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ. ഞാൻ എല്ലാം ഡാക്ടറെ ഏൽപ്പിക്കുന്നു. എന്താ മോളെ? പേടിക്കാനൊന്നുമില്ല. പ്രൊഫസർ തന്നെ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മോൾക്ക് ആരുമില്ല. ഈ ലോകത്ത് അവൾ ഒറ്റയ്ക്ക്. അപ്പോ മകൾക്കല്ല, അച്ഛനാണ് പേടി. മരിക്കാൻ പോലും എനിക്ക് ഭയമില്ല ഡാക്ടർ. പക്ഷെ എന്റെ മകൾ. ആവശ്യമില്ലാതെ അവരെ കൂടി പേടിയാക്കരുത്. ഇതിൽ വിഷമിക്കാനൊന്നുമില്ല. കഴിയുന്നിടത്തോളം വേഗം ഈ ഓപ്പറേഷൻ അങ്ങ് നടത്താം. എന്താ? സർ, വാർഡ് നമ്പർ 7 നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യന്റിന് ഫിക്സ് വന്നിരിക്കുന്നു. വളരെ സീരിയസ്. പെട്ടെന്നാ ഉണ്ടായത്. ഞാനിപ്പോ വരാം. ഇന്ന് ആരെയാ ഞാൻ കാഴ്ച കണ്ടത്? ഞാനാണല്ലോ വിളിച്ചുണർത്തിയത്. തന്റെ മനസ്സിൽ ദുഷ്ടവിചാരമല്ലേ ഉണ്ടായിരുന്നു? ദുഷ്ടവിചാരമോ? ഞാൻ ഓർക്കുന്നില്ലല്ലോ. ഇന്നൊരു നശിച്ച ദിവസം. കുറുപ്പ് അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. അച്ഛനും മകൾക്ക് ഇങ്ങനെയൊന്നുമില്ല ഭയം. പിന്നെ ഒരുവിധ സമാധാനമൊക്കെ പറഞ്ഞ് അല്പം ധൈര്യപ്പെടുത്തിയപ്പോഴാണ് 7 നമ്പർ വാർഡിലെ ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യന്റ് മരിച്ചത്. കുറുപ്പ് അദ്ദേഹം ശാന്തി കുഞ്ഞിനെ അറിഞ്ഞോ? അതല്ലേ കഷ്ടമായത്. ശാന്തി ആകെ ഭയന്നിരിക്കുന്നു. കുറുപ്പ് അദ്ദേഹത്തിന്റെ ധൈര്യവും കൂടി. ഓപ്പറേഷൻ കൂടാതെ മാർഗവുമില്ല. കുറുപ്പ് അദ്ദേഹത്തിന് അപകടം വല്ലതും? പ്രത്യേകിച്ച് അസുഖം തോന്നുന്നില്ലല്ലോ. ഇല്ല ഡാക്ടർ. ഡാക്ടർ, ഇവളുടെ മനപ്രയാസം കാണുമ്പോൾ. ഇങ്ങനെ വിഷമിച്ചാലോ? ഓപ്പറേഷൻ ആകെ 2 മണിക്കൂർ. പിന്നെ അരമണിക്കൂർ കഴിയുമ്പോൾ ബോധം തെളിയുകയും ചെയ്യും. ഓപ്പറേഷൻ ഇത്രയേ ഉള്ളൂ എന്ന് കാണുമ്പോൾ മകളുടെ വിഷമം താനെ മാറിക്കൊള്ളും. എന്റെ മകൾ തരിച്ചേ ഉള്ളൂ. അവൾക്ക് ധൈര്യം കൊടുക്കേണ്ടത് ഡാക്ടറാണ്. വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അതിലോട്ട് അരി പ്രീ മെഡിക്കേഷനിലേക്ക് കൊണ്ടുപോകും. ശാന്തി, ശാന്തി ഇവിടെ ഇരുന്നോളൂ. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവുകയാണ്. അച്ഛൻ അവർക്ക് വിഷമിക്കുന്നത്. ഞങ്ങളെ വിശ്വസിക്കും. ഓപ്പറേഷൻ കഴിഞ്ഞാലുടൻ ഞാൻ വിവരമാണ്. ധൈര്യമായി.
ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിരുന്നു. ബ്ലഡ് കൊടുക്കേണ്ട ആവശ്യം പോലും ഉണ്ടായി. ഒരു അരമണിക്കൂറിനകം അദ്ദേഹത്തെ മടക്കിക്കൊണ്ടു. ശിവ 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 ശിവ. ഇതും തട്ടിപ്പോകുന്നാണ് തോന്നുന്നത്. നാട്ടിൽ കുളിയെ നിൽക്കുമ്പോ അങ്ങനെയൊന്നും പറയല്ലേ. നാളെ വത്സനെയും ഇതുപോലെ കൊണ്ടുപോകുമ്പോ ആളുകൾ പറയും. എന്നെ പറ്റി എന്ത് പറയാനാ സ്വാമി? എനിക്കിന് ഒരു പോക്കേ ഉള്ളു, അവസാനത്തെ പോക്ക്. അതേപ്പറ്റിയായി പറഞ്ഞത്. എന്താ സമാധാനമായോ? എല്ലാരും കൂടെ സൂക്ഷിച്ചു മാറി നിൽക്കും. അവർക്കറിയാം അവരെടുത്ത് കിടത്തിക്കും. ചിലപ്പോ ദാഹം തോന്നിയെന്ന് വരും. നാവ് നനയ്ക്കാൻ ഐസ് പീസ് മാത്രം കൊടുത്താൽ മതി. വേദന തോന്നുന്നു എന്ന് പറഞ്ഞാൽ സിസ്റ്ററിനെ അറിയിക്കും. മോർഫിയ കൊടുക്കാൻ ഞാൻ ഏർപ്പാടി. ഞാൻ വൈകുന്നേരം വന്ന് കാണാം.